സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരുന്നതിനിടെ 12 ജില്ലകളിൽ പ്രഖ്യാപിച്ച യെല്ലോ അലർട്ട് തുടരുകയാണ്. ചൂടിനൊപ്പം കുടിവെള്ളക്ഷാമവും രൂക്ഷമായതോടെ തിരുവനന്തപുരം തേരകത്ത് പ്രതിഷേധം തെരുവിലേക്കെത്തി. ഇതിനിടെ വൈദ്യുതി ഉപയോഗത്തിൽ നിയന്ത്രണം വേണോ എന്ന് തീരുമാനിക്കാൻ KSEB നാളെ യോഗം ചേരും. സംസ്ഥാനത്ത് ചൂട് അതിശക്തമായി തുടരുകയാണ്. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലവിലുണ്ട്. പാലക്കാട് ജില്ലയിലെ താപനില 40 ഡിഗ്രി സെൽഷ്യസിലേക്കും കൊല്ലം ജില്ലയിലേത് 39 ഡിഗ്രിയിലേക്കും ഉയർന്നിട്ടുണ്ട്. മഹാരാഷ്ട്ര, തെലങ്കാന, കർണാടക സംസ്ഥാനങ്ങൾക്ക് മുകളിലായി നിലനിൽക്കുന്ന പ്രതിചക്രവാതമാണ് ചൂട് വർദ്ധിക്കാൻ പ്രധാന കാരണം. ഈ മാസം 24 വരെ ഉയർന്ന താപനില തുടരുമെന്നാണ് മുന്നറിയിപ്പ്. അതേസമയം ചൂട് ശക്തമായതോടെ കുടിവെള്ളക്ഷാമവും രൂക്ഷമാവുകയാണ്. തിരുവനന്തപുരം തേരകത്ത് കുടിവെള്ള പ്രശ്നത്തിൽ CPIM ചാല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധം നടന്നു. തിരുവനന്തപുരം താലൂക്ക് ഓഫീസിൽ കഴിഞ്ഞ 3 മാസമായി വെള്ളമില്ലാത്തത് ജീവനക്കാരെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് വെള്ളമില്ലാതായിട്ടൊരു 3 മാസമായി. അതിന് മുമ്പും ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത്ര രൂക്ഷമല്ലായിരുന്നു. രാവിലെ വന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ടോയ്ലറ്റ് ഇല്ല, അത് ക്ലീൻ ചെയ്യാനും പറ്റത്തില്ല. സ്ത്രീകൾ ഉൾപ്പെടെ അവിടെ പല പ്രാവശ്യം പോയി എക്സിക്യൂട്ടീവ് എഞ്ചിനാണ് കണ്ട് പരാതി പറഞ്ഞതാണ്. അവരൊരു നിസ്സാര നല്ലൊരു പ്രതികരണമേ അല്ല അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അതിനിടെ സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുതി ഉപഭോഗത്തിലുണ്ടായ വർധനവിൽ വൈദ്യുതി നിയന്ത്രണം ആവശ്യമാണോ എന്നതിൽ KSEB നാളെ യോഗം ചേരും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.